വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? ഈശോ മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവന് മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, ഈശോ എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്ന് അവർ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. അവർ അവനെ പുറത്താക്കിയെന്ന് ഈശോ കേട്ടു. അവനെ കണ്ടപ്പോൾ ഈശോ ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? ഈശോ പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈശോയെ പ്രണമിച്ചു. ഈശോ പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ്റെ അടുത്തുണ്ടായിരുന്ന ഏതാനും ഫരിസേയർ ഇത് കേട്ട് അവനോട് ചോദിച്ചു, അപ്പോൾ ഞങ്ങളും അന്ധരാണോ? ഈശോ അവരോട് പറഞ്ഞു, അന്ധരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ നിങ്ങൾ കാണുന്നു. ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ പാപം നിലനിൽക്കുന്നുവും. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയും 35 മുതൽ ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗം വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ച് കേട്ടത്. ഈശോ അന്ധനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കുമെന്ന്. ഈശോ തൻ്റെ പക്കൽ കൊണ്ടുവരുന്ന ശിഷ്യന്മാർ കൊണ്ടുവന്ന അന്ധനായ മനുഷ്യൻ അദ്ദേഹത്തെ സുഖപ്പെടുത്തുവാൻ തീരുമാനിച്ച് കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിക്കുന്നുണ്ട്, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമാണോ? അപ്പോൾ ഈശോ അവരോട് വ്യക്തമായി മറുപടി പറയുന്നുണ്ട്, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത് എന്ന് പറയുന്നുണ്ട്. എപ്രകാരമാണ് പൂർവികരുടെ പാപം, അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും പാപം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ പഴയ നിയമത്തിൽ സംസാരിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. പിതാക്കന്മാരുടെ പാപം നിമിത്തം ശിക്ഷിക്കപ്പെടുന്ന ആളുകളെക്കുറിച്ച്. എന്നാൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കാര്യമുണ്ട്. 1000 തലമുറകൾ വരെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ടും ദൈവികമായിട്ടുള്ള വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ടുമാണ് ഓരോ മനുഷ്യനും ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹവും നന്മകളും ഉണ്ടാകും. ജീവിതം നന്മയോടുകൂടി ജീവിക്കണമെങ്കിൽ കർത്താവിന് പ്രീതികരമായി വിശ്വാസത്തോടു കൂടി ജീവിക്കണമെന്ന് നിയമാവർത്തന പുസ്തകത്തിൻ്റെ അധ്യായങ്ങളിലൂടെ വായിച്ച് കടന്നു പോകുമ്പോൾ ദൈവജനത്തിനുള്ള കൽപ്പനയായി
ദൈവം നൽകുന്നത് വിശ്വാസത്തോടു കൂടിയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടുമുള്ള ജീവിതത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഈശോ വ്യക്തമായി തന്നെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഈ മനുഷ്യൻ അന്ധനായി ജനിച്ചത് അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കളുടെ പാപം നിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പൂർണ്ണമാകുന്നത്? ഈ മനുഷ്യൻ അന്ധനായിരുന്നു. ആ മനുഷ്യനെ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരുമ്പോൾ ഈശോ നിലത്ത് തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി സീലോഹായിൽ പോയി കഴുകുക, നദിയിൽ പോയി കഴുകുക എന്ന് പറയുന്നു. സുവിശേഷ വ്യാഖ്യാതാക്കൾ പറയുന്നു, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കിയതുകൊണ്ട് വെള്ളം കൊണ്ടല്ല സുഖപ്പെടുന്നത് എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇനിയും ചെളി കൊണ്ടുപോയി കഴുകിക്കളയുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് വെള്ളം കൊണ്ടല്ല, ചെളി കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ടാണ് ഈ മനുഷ്യന് സൗഖ്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ മനുഷ്യൻ ദൈവികമായിട്ടുള്ള സാക്ഷ്യമായി ഈ തുപ്പൽ കൊണ്ട് ഉണ്ടാക്കിയ ചെളി കൊണ്ട് ആ നഗരത്തിലൂടെ ഈ നദിയിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവിക സാക്ഷ്യമായി മാറുകയും കൂടി ചെയ്യുകയാണ്. അങ്ങനെ ദൈവിക പ്രവൃത്തികൾ ഈ മനുഷ്യനിലൂടെ പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയും ഈശോ പറഞ്ഞു, ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ, നമ്മൾ വായിച്ചു കേട്ട വചനത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ എൻ്റെ അയക്കപ്പെട്ടവൻ്റെ ജോലികൾ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടവനാണ്. സീലോഹ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നുള്ളതാണ്. ഈ അയക്കപ്പെട്ടവൻ എന്നുള്ള ഈശോയുടെ പക്കലേക്ക്, ദൈവത്താൽ അയക്കപ്പെട്ടവനായ മിശിഹായുടെ പക്കലേക്ക് ചെല്ലുമ്പോഴാണ് ആത്മീയമായിട്ടുള്ള അന്ധത മാറുന്നത്. അതുകൊണ്ടാണ് അയക്കപ്പെട്ടവനായിട്ടുള്ള സീലോഹായിലേക്ക് പോയി കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാൻ കർത്താവ് ആ മനുഷ്യനോട്, അന്ധനായ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലും കഴുകൽ നടക്കുന്ന കൂദാശകൾ, ഒന്ന് മാമോദീസ ആകുന്ന കൂദാശ, രണ്ടാമത് നമ്മുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്ന കൂദാശ, അത് വിശുദ്ധ കുമ്പസാരം എന്നുള്ള കൂദാശയാണ്. ഈ രണ്ട് കൂദാശകളിലൂടെ കർത്താവിൻ്റെ പക്കലേക്ക് ചെല്ലുമ്പോഴാണ്, ഐക്യപ്പെട്ടവനായ മിശിഹായിലേക്ക് ചെല്ലുമ്പോഴാണ് പാപങ്ങളെ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മകളിലൂടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ മുൻപോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ നാം കാണും, ഈ മനുഷ്യൻ സീലോഹായിൽ പോയി കഴുകി അവൻ കാഴ്ച ലഭിച്ചവനായി തിരിച്ചു വരികയാണ്. ഈ മനുഷ്യനെ പലപ്പോഴും മറ്റ് പലരും കണ്ടിട്ടുണ്ട്. അവൻ അന്ധനായിരുന്നു, യാചകനായിരുന്നു എന്നുള്ളത് മറ്റ് പലപ്പോഴും പല വ്യക്തികളും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ പല സ്ഥലങ്ങളിലും ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ മനുഷ്യന് എപ്രകാരമാണ് സൗഖ്യം ലഭിച്ചത് എന്നുള്ളത് ഇവരുടെയൊക്കെ ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഇവൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യന് എപ്രകാരമാണ് സൗഖ്യം ലഭിച്ചത് എന്ന്. അപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട്. ഈശോയെ ആണ് സൗഖ്യം നൽകിയത് എന്ന് അവനിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞോ കേട്ട് അറിഞ്ഞവരാണ് ഈ മാതാപിതാക്കൾ. എങ്കിലും മറ്റുള്ളവരെ ഭയപ്പെട്ടിരുന്നത് കൊണ്ട് ഇവർ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ, ഈശോ അത്ഭുതം ചെയ്തു എന്ന് വിശ്വസിക്കുവാൻ അല്ലെങ്കിൽ ആ വിശ്വാസത്തെ ഏറ്റുപറയുവാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇനിയും ഫരിസേയരും നിയമജ്ഞരുമൊക്കെ ദേവാലയത്തിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഈ മനുഷ്യനോട്, അന്ധനായിരുന്ന കാഴ്ച ലഭിച്ച ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എപ്രകാരമാണ് കാഴ്ച ലഭിച്ചത്? അപ്പോൾ ഇവൻ പറയുന്ന മറുപടി പ്രകാരമാണ്, ഈശോ എന്ന പേരുള്ള വ്യക്തി എൻ്റെ കണ്ണുകളിൽ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി പുരട്ടി സീലോഹായിൽ പോയി കഴുകാൻ പറഞ്ഞു. ഞാൻ പോയി കഴുകി സൗഖ്യമുള്ളവനായി തിരിച്ചു വന്നു. ഇപ്പോഴെല്ലാം ഈ നിയമജ്ഞരും ഫരിസേയരുമെല്ലാം ഈശോയിൽ കുറ്റം ആരോപിക്കുവാനും ഈശോ പാപിയാണ് എന്ന് പറയുവാനും ഒക്കെയാണ് ശ്രമിക്കുന്നത്. എങ്കിലും ഈ മനുഷ്യൻ അവൻ്റെ വിശ്വാസത്തെ വിടാതെ സൂക്ഷിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ഈശോ തന്നെയാണ് എനിക്ക് സൗഖ്യം നൽകിയത് എന്ന്.
ഇനി മുൻപോട്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഞാൻ രണ്ടാമത്തെ ഭാഗമായി എടുത്തു വായിച്ചതാണ്. അവിടെ പറയുന്ന അതിൻ്റെ ഹെഡിങ് തന്നെ ആത്മീയ അന്ധത എന്നുള്ളതാണ്. ആത്മീയമായിട്ട് അന്ധത ബാധിക്കുന്നത് എപ്രകാരമാണെന്നാണ് ഈശോ അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ആത്മീയമായിട്ടുള്ള അന്ധതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ മനുഷ്യൻ വീണ്ടും ഈശോയെ കണ്ടുമുട്ടുകയാണ്. ഈശോയെ കണ്ടുമുട്ടുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ദൈവപുത്രനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണെന്ന് എന്നോട് പറയുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈശോ തന്നെ ഈ മനുഷ്യനോട് മറുപടി പറയുന്നു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ദൈവപുത്രൻ, അതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ഈശോയെ തിരിച്ചറിയുകയാണ്. ഈശോയുടെ പക്കലേക്ക് അവൻ്റെ അന്ധത മാറ്റുവാനായിട്ട് അവനെ കൊണ്ടുവന്നപ്പോൾ അവനോട് സംസാരിച്ച, അവന് സൗഖ്യം നൽകിയ ഈശോയെ അവൻ തിരിച്ചറിയുകയാണ്. അവൻ ആ ശബ്ദത്തിലൂടെയാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ആ ശബ്ദത്തിലൂടെ തിരിച്ചറിഞ്ഞ ഈശോയെ അനുഭവിച്ചറിഞ്ഞിട്ട് ഞാൻ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈശോ പറയുന്നു, കാഴ്ചയുള്ളവർ കാണാതിരിക്കുകയും കാഴ്ചയില്ലാത്തവർ കാണുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ആത്മീയമായിട്ടുള്ള അന്ധത എപ്രകാരമാണ് ഉണ്ടാകുന്നത്? നമുക്കൊക്കെ കാഴ്ചയുള്ളവരാണ്, കണ്ണുകൾ ഉള്ളവരാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് പലതും കാണാൻ സാധിക്കാതെ വരുന്നു. അതോടൊപ്പം തന്നെ ചിലതൊക്കെ കാണേണ്ടാത്തവ നാം കാണുകയും ചെയ്യുന്നു. അവിടെയാണ് ആത്മീയമായിട്ടുള്ള അന്ധത ഉണ്ടാകുന്നത്. നിങ്ങൾ കാഴ്ചയുള്ളവരാണെന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് പാപം ഉണ്ടാകുന്നു എന്ന് ഈ 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചകളാണ് ചിലപ്പോഴൊക്കെ നമുക്ക് ആത്മീയമായിട്ടുള്ള അന്ധതകൾ ഉണ്ടാക്കുന്നത്. ഇനിയും ചിലത് കാണാതെ പോകുന്നതും ചില കാഴ്ചകളൊക്കെ കാണേണ്ട എന്ന് തീരുമാനിച്ച് നമ്മൾ കടന്നു പോകുന്നതും. അതിന് ഉദാഹരണം, ചിലപ്പോഴൊക്കെ നമ്മൾ കാണേണ്ട വ്യക്തികളെ വേണ്ട രീതിയിൽ കാണാതെ, അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകാതെ, അല്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ചില കാഴ്ചകളെ പതിയെ ഒഴിവാക്കി നമ്മൾ കടന്നു പോകുമ്പോൾ ആത്മീയമായിട്ടുള്ള അന്ധത നമുക്ക് ഉണ്ടാവുകയാണ്. ആത്മീയമായിട്ടുള്ള അന്ധതയെ തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവമാകുന്ന മിശിഹായാകുന്ന പ്രകാശത്തിലേക്ക് നടന്ന് അടുക്കുവാനാണ് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ആന്തരികമായിട്ടുള്ള നേത്രങ്ങളെ തുറക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവികമായിട്ടുള്ള പ്രകാശത്തിലേക്ക് നടക്കണം. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കുമെന്നാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ട് ജീവന്റെ പ്രകാശത്തിലേക്ക് നടന്ന് അടുക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ഈശോ ക്ഷണിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും പുറമേ കാഴ്ചയുള്ളവരാണെങ്കിലും അകക്കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണുവാനും നന്മകൾ കാണുവാനും ഇനി കാണേണ്ടാത്തവയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കാണാതിരിക്കുവാനും ഒക്കെയുള്ള ഒരു കരുത്ത് നേടുമ്പോഴാണ് ദൈവികമായിട്ടുള്ള പ്രകാശത്തിലേക്ക് നടക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം മൂലമല്ല, മറിച്ച് ദൈവിക പദ്ധതികൾ ഇതിൽ പൂർണ്ണമാകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഈശോ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവിക കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ, നീ എന്നിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ച ഈശോയെ പോലെ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞു വെക്കുകയാണ്. ഇതുതന്നെയാണ് പഴയ നിയമത്തിൽ പൂർവികരുടെ പാപത്തെക്കുറിച്ചും ദൈവകൽപ്പനകളെക്കുറിച്ചും പറഞ്ഞപ്പോൾ ദൈവമായ കർത്താവും പറഞ്ഞത്, കൽപ്പനകൾ അനുസരിക്കുകയും വിശ്വാസത്തോടെ ജീവിക്കുകയും ചെയ്താൽ ദൈവികമായിട്ടുള്ള നന്മകളും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നന്മകൾ ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കുവാനും ദൈവികമായിട്ടുള്ള പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുവാനും കണ്ണ് തുറന്ന് അകക്കണ്ണ് തുറന്ന് മിശിഹായെ കാണുവാനും കാണേണ്ടാത്തവയെ കാണാതിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.
ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.